ആള് ബാക്കിലുണ്ട്. ബാക്കിൽ നിന്ന് ഒരാൾ ഇറങ്ങി വരുന്നുണ്ട്. അതാണല്ലേ ആള്? എത്ര എണ്ണം ഉണ്ട്? മോനെ കൊണ്ടുവരില്ല അവൻ. പോയേക്കണതേ എൻ്റെ കൂട്ടുകാരൻ ചില്ല ചാൾസാ. അവൻ എന്തായാലും കൊണ്ടുവന്നിരിക്കും. എനിക്കാണെങ്കിൽ ആകെ മൊത്തം ടെൻഷൻ അടിക്കുന്നു. അമ്മ വെറുതെ ടെൻഷൻ അടിക്കല്ലേ, ബാക്കിയുള്ളവരെ കൂടി ടെൻഷൻ അടിപ്പിക്കാം. അച്ഛാ അമ്മ ദേ അവൻ വന്നു. എടാ ചില്ലറേ എന്തായി, കിട്ടിയാ? എടാ ടെൻഷൻ അടിപ്പിക്കണമെന്ന് കാര്യം പറയടാ. കിട്ടിയാ? എവിടെ? ദേ അങ്ങോട്ട് നോക്ക്. യെസ് ബോസ്. ഇറങ്ങി വണ്ടിയിൽ നിന്ന് ഇറങ്ങിട്ടാ. പെണ്ണാണല്ല. ആള് ബാക്കിലുണ്ട്. ബാക്കിൽ നിന്ന് ഒരാൾ ഇറങ്ങി വരുന്നുണ്ട്. അതാണല്ലേ ആള്? എത്ര എണ്ണം ഉണ്ട്? സാർ ഒരു മിനിറ്റ് ഒന്ന് ചെക്ക് ചെയ്യട്ടെ. 5 എണ്ണം ഉണ്ടെന്നാണ് പറഞ്ഞത് സാർ. ഓക്കെ. ഇതാണല്ലേ സാറ്? ഓക്കെ. അപ്പോൾ അച്ഛാ എങ്ങനെയാണ്, നമുക്ക് പരിപാടിയൊക്കെ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാമല്ലേ? പരിപാടി സ്റ്റാർട്ട് ചെയ്യാം. റൂം എവിടെയെന്ന് ചോദിക്കും. ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂം എവിടെയായിരുന്നു? മാസ്റ്റർ ബെഡ്റൂമോ? അതെന്തിനാണ് മാഡം? ഞങ്ങളുടെ സാറിന് ജസ്റ്റ് ഒന്ന് കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓ കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്യാനാ? അത് നേരെ പോയി കഴിഞ്ഞാൽ സാറേ ഞാൻ കാണിച്ചത്. മോനെ നീ കൂടി ചെല്ല്. എന്താ അവിടെ ഒറ്റക്കിട്ടാൽ ശരിയാവില്ല. ഡോ ഞങ്ങളുടെ സാറാ ടൈപ്പ് ഒന്നും അല്ല. നിങ്ങളെ സാറാ ടൈപ്പ് ആവില്ല, പക്ഷെ എൻ്റെ ഭാര്യ ടൈപ്പാണ്. അല്ല അത് മോം മാനേജ് ചെയ്തോളൂ. മൈ സ്റ്റെപ്പ് മോം. യാ idiot. ഓക്കെ ഐ എം റെഡി. തളപ്പും അരിവാളും ഓരോ തെങ്ങിൻ്റെ തല വെച്ചിട്ടില്ലേ? റെഡിയാണ് സാർ. കുടിക്കാനുള്ള ജ്യൂസും വെച്ചിട്ടില്ലേ? അതും സെറ്റാണ്. ഓക്കെ. ഔ നല്ല അസല് തെങ്ങേറ്റക്കാരൻ. ഹലോ. ഓ സോറി, 4 ആഴ്ചത്തേക്കുള്ള ബുക്കിംഗ് എല്ലാം കംപ്ലീറ്റ് ആണ്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ പ്രീ ബുക്ക് ചെയ്യാം. അതാകുമ്പോൾ ഒരു 4 ആഴ്ച കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് വരാൻ പറ്റുമായിരിക്കും. ഓക്കെ ബൈ. ലാലേട്ടൻ വിളിക്കുന്നു. ഹലോ ലാലേട്ടാ. മോളെ ഇപ്പോ സംസാരിക്കാൻ ഫ്രീ ആണോ മോളെ? സംസാരിക്കാൻ ഫ്രീ ആണ് ലാലേട്ടാ. മോളെ കുറച്ച് പന കേറാനുണ്ടായിരുന്നു, അതാണ്. അയ്യോ സോറി ലാലേട്ടാ, 4 ആഴ്ചത്തേക്ക് എല്ലാം ബുക്ക്ഡ് ആണ്. മോളെ ഇത് കേരളത്തിലല്ല, ദുബായിലാണ്. ദുബായിലാണല്ലേ? ഞാനൊന്ന് സാറിൻ്റെ അടുത്ത് ചോദിച്ചിട്ട് പറയാം ലാലേട്ടാ. പറഞ്ഞാൽ മതി. ഇത് ലക്ഷങ്ങൾ കിട്ടുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ ഒന്ന് ചോദിച്ചിട്ട് വേഗം പറയണം കേട്ടോ. ഷുവർ സർ, ഞാൻ എന്തായാലും ചോദിച്ചിട്ട് പറയാം. ഓക്കെ ഓക്കെ. ഞാൻ ഇവിടെ ഈന്തപ്പഴം കഴിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുവാണ്. മേളിലേക്ക് നോക്കിയിരിക്കുവാണ്. ഇപ്പോൾ പനി കയറാൻ ആളും ഇല്ല, അതുകൊണ്ടാണ്. ഓക്കെ ലാലേട്ടാ, ഞാൻ ചോദിച്ചിട്ട് കൺഫേം പറയാം. ശരി ശരി. അതെ, ആരും അങ്ങോട്ട് വരരുത്. സാറിന് ദേഷ്യം വരും. നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കണം. പിന്നെ ഫോട്ടോസും വീഡിയോസും ഒന്നും എടുക്കരുത്. മാഡം ഈ തേങ്ങയൊക്കെ നിങ്ങൾ പറിക്കില്ലേ? പറക്കാൻ ആളുണ്ട്, കുഴപ്പമില്ല. പറക്കും. എന്തോ എല്ലാം പറഞ്ഞു മനുഷ്യ. ഒന്നുമില്ല, ഇവന്റെ തന്ത വന്ന് പറക്കുന്നു പറയായിരുന്നു. മെനക്കെട്ട പനെ മിണ്ടാണ്ടിരിക്കുന്ന നാട്ടുകാരെ കൊണ്ട് ഓരോ പറയിപ്പിക്കല്ലേ. അമൃത എൻ്റെ മേക്കപ്പ് ബോക്സ് കൊണ്ടുവരും. മേക്കപ്പ് ബോക്സാ? അച്ഛാ എന്തിനാ അച്ഛാ മേക്കപ്പ് ബോക്സ്?
അതെടാ മോനെ, എന്തിനാടാ മേക്കപ്പ് ബോക്സ്? എന്തിനല്ലേ മേക്കപ്പ് ബോക്സ്? അമ്മയും കൂടെ ചോദിക്കാമല്ലോ, ചോദിക്കേ. എന്തിനാടാ മേക്കപ്പ് ബോക്സ്? കൊള്ളാം. മാഡം, എന്തിനാ ഈ മേക്കപ്പ് ബോക്സ്? സാറിനെ തെങ്ങ് കയറുന്നതിന് മുമ്പ് കുറച്ച് സൺസ്ക്രീൻ ഇടുന്ന സ്വഭാവം ഉണ്ട്. വെയിലൊക്കെ അല്ലേ, കറുത്തു പോയാലാ. പിടിക്കേ. ഈശ്വര, തേങ്ങയെല്ലാം താഴ്ത്തി വീണിട്ടാണെങ്കിൽ അത് വിട്ട് താഴ്ത്തിട്ടാലും കുഴപ്പമില്ല. ഈശ്വര, കുറേ തേങ്ങ വീണേ. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ വീട്ടിലല്ലേ? ദിവസം മുന്നേ കൊച്ചിയിൽ കയറി അത്ര ഇല്ല. കയറിയേക്കാം. എന്താണല്ലേ, എത്ര വർഷങ്ങൾക്ക് ശേഷം ഒരാൾ തെങ്ങ് കയറണ കാണുന്നത്. നല്ല സ്റ്റാമിനയുള്ള തെങ്ങേറ്റക്കാരൻ. മേളിലേക്ക് കയറണ കയറ്റം കണ്ട. റോക്കറ്റ് വിട്ടവരുണ്ടല്ലേ? ഈ ഉണക്കത്തേമയെ നോക്കിക്കണ്ട് കയറിപ്പൊടി. ഉണക്കത്തേങ്ങ കയറിപ്പൊടി. തേങ്ങയുടെ അക്കൗണ്ട്സ് പറയും. സാർ, നമുക്ക് 52 തേങ്ങയാണ് കിട്ടിയിരിക്കുന്നത്. അതിൽ 2 പേട്ടത്തേങ്ങയാണ്. ചേട്ടാ, ഇതെന്താ എല്ലാ തേങ്ങ എടുത്ത് നിങ്ങൾ ഈ ചാക്കിൻ്റെ അകത്തേക്ക് ആക്കിയിട്ട് ഈ ഒരു തേങ്ങ മാത്രം ഇട്ടിട്ട് പോയത്? AKT ആക്ട് അനുസരിച്ച് ഞങ്ങളൊരു വീട്ടിൽ തെങ്ങ് എടുക്കുക. ഞങ്ങൾ 90% തെങ്ങ് ഞങ്ങൾ എടുത്തിട്ട് ബാക്കി 10% മാത്രമേ ആ വീട്ടുകാർക്ക് കൊടുക്കാറുള്ളൂ. ഓക്കെ, ബാക്കി ഡീറ്റെയിൽസിൻ്റെ മാനേജർ എക്സ്പ്ലെയിൻ ചെയ്ത് തരും. മാനേജർ എക്സ്പ്ലെയിൻ. നമുക്കിപ്പം ബിൽ എമൗണ്ട് വന്നിരിക്കുന്നത് 30,502 അതിലിപ്പം 2 തേങ്ങ പേട്ടത്തേങ്ങ ആയത് കാരണം തന്നെ ഞങ്ങൾ 2 രൂപ ഡിസ്കൗണ്ട് ചെയ്തിട്ടുണ്ട്. ബാക്കി 30,500 എമൗണ്ട് വന്നിരിക്കുന്നത്. 30,000? അതും ഈ പേട്ട തേങ്ങയ്ക്ക്. അച്ഛാ, അമ്മ, ഇതുകൊണ്ട് പുട്ടുണ്ടാക്കാൻ പറ്റുമോ? പിന്നെ 10 കുറ്റി പുട്ട്. 10 കുറ്റി പുട്ടുണ്ടാക്കാൻ പറ്റുമോ? 10 കുറ്റി പുട്ട് പോയിട്ട് ഒരു കുറ്റി പുട്ട് പോലും ഉണ്ടാക്കാൻ പറ്റില്ല. എന്നിട്ട് തന്നോട് കാശ് കൊടുത്തിട്ട് ഇങ്ങനെ വരാൻ പറ. തന്തേ, എന്റെ മെനകെട്ടവനെ കണ്ട് മാറി നിൽക്ക്. ചേട്ടാ, ഞാൻ പൈസ എടുത്തിട്ട് വരാം.